ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ സുബർക്കമാണ് ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ഹറം, അതുപോലെ തന്നെ കഅബ ഷരീഫ്. ഈ കാണുന്നതൊക്കെ ഇവിടെ സ്വന്തം പെറ്റുമ്മയെ തൻ്റെ ചുമലിലേറ്റിയിട്ട് അവർക്ക് ഗുണം ചെയ്യുക അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഒരു സൗഭാഗ്യം ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നോക്കണം, എത്ര പ്രായമായിട്ട്, എത്രയോ പ്രായമുള്ള ഉമ്മയെയാണ് ഈ രണ്ട് ഉമ്മമാരെ വീഡിയോ ആണ് കണ്ടിട്ടുള്ളത്. അവർ ചുമലിലേറ്റിയിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഹജ്ജിനൊക്കെ നമ്മളൊക്കെ പോവാറുണ്ട്, പക്ഷേ പലപ്പോഴും നമ്മൾ പോയിട്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച് വരാറുണ്ട്. പക്ഷെ ഈ മക്കൾ ചെയ്ത ഈ പുണ്യകർമ്മം എന്തൊരു ഭാഗ്യമുള്ള മക്കളാണ്, മക്കളെക്കാൾ ഭാഗ്യമുള്ള ഉമ്മയാണ്. കാരണം ഈ ഭൂമിയിലെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ താൻ പോറ്റി വളർത്തിയ തൻ്റെ മക്കളുടെ ചുമലിൽ ഇരുന്നിട്ട് ഇതുപോലെ സലാം പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ആ ഹജറുൽ അസ്വദിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ ഭവനത്തിന് ചുറ്റുഭാഗത്തും താൻ ചെറുപ്പത്തിൽ ഇതുപോലെ തൻ്റെ മക്കളെ തോളിയിലേറ്റിട്ട് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് വഫീ ഖൽബി ഗൈറുല്ലാഹ് ഇങ്ങനെ പല പാട്ടുകൾ അല്ലെങ്കിൽ പല ബൈത്തുകളൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരിക്കും. എന്നാൽ തനിക്ക് നടക്കാൻ പൂർണ്ണമായി കഴിയാത്ത സമയത്ത് എൻ്റെ പൊന്നുമോൻ എന്താ ഉമ്മക്ക് കാട്ടണമെന്നൊക്കെ മാഷാ അല്ലാഹ്. എനിക്കിത് എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയുന്നു. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഇതെന്താണെങ്കിലും ഉമ്മമാരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. എന്നാൽ ഉമ്മമാരെ ഉമ്മ എന്നല്ല വാപ്പ, മാതാപിതാക്കൾ വയസ്സായിട്ട വാപ്പയും ഉമ്മയൊക്കെ കൂടെ ഉണ്ടായിട്ട് അവരോട് നല്ല രീതിയിൽ ഇടപഴകിയിട്ട് പെരുമാറി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ഈ ദുനിയാവിലുള്ളത് എങ്കിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഏതെല്ലാം മേഖലയിലുള്ളവരുടെ നന്മ ചെയ്തു പോയാലും അത് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത്. കാരണം മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാതെ നിങ്ങൾ എന്നിലേക്ക് വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം.